ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് +1 പൊളിറ്റിക്കൽ സയൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഹോം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ മുതലാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം പറയുന്നുണ്ട്. പിന്നെ ഞാനിവിടെ വൺ വേർഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് എസ്സേ ആൻഡ് എസ്സേ ചോദ്യങ്ങളാണ്, ടോപ്പിക്സുകളുടെ പേരാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവുമാണ്. അതായത് ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഒരു കാര്യം കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തെക്കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ സിസ്റ്റമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ FPTP എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എല്ലാവരും നോക്കിയിട്ട് പോവുക. നമുക്കത് ഒരു 4 മാർക്കിനൊക്കെ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം നോക്കുന്ന പോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യം അഥവാ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്താണ്, അതും വേറൊരു ഇലക്ഷൻ മെത്തേഡാണ് കേട്ടോ, വേറൊരു പ്രക്രിയയാണ്. അതും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ FPTP നമ്മൾ പഠിക്കണം, ആനുപാതിക പ്രാതിനിധ്യവും നോക്കിയിട്ട് പോവുക. ഇനി ഇത് രണ്ടും തമ്മിൽ ഒരു കമ്പാരിസൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള താരതമ്യം, FPTP നമ്മുടെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഈ ഒരു ടേബിൾ എല്ലാവരും നോക്കിയിട്ട് തന്നെ പോകണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത് വരുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷ സമ്പ്രദായം സ്വീകരിച്ചത്? വൈ ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ദ FPTP സിസ്റ്റം? അപ്പോൾ എന്തുകൊണ്ട് FPTP നമ്മൾ അഡോപ്റ്റ് ചെയ്തു? അപ്പോൾ അതിനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ടും ഷോർട്ട് എസ്സേ ലെവലിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ, രണ്ട് ചോദ്യങ്ങൾ കൂടി ഇനി വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്താണ്. ഒന്നാമത്തെ ചോദ്യം അത് ലാസ്റ്റിലോട്ടാണ് കേട്ടോ, അതാണ് ഈ ടൈം എടുക്കുന്നത്. ചോദ്യം ഇതാണ്: ഇലക്ഷൻ കമ്മീഷൻ്റെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ, കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ധാരാളം ചുമതലകൾ അല്ലേ, ഇത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, എന്തൊക്കെ ചുമതലകളാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം ഇലക്ഷൻ കമ്മീഷൻ്റെ. അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ ചെയ്യുക, നമ്മുടെ ഇന്ത്യയിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ്. അപ്പോൾ ആ ഒരു ടോപ്പിക് എല്ലാവരും നോക്കിയിട്ട് പോകണം, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിലെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ഇലക്ടറൽ റിഫോംസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇലക്ഷൻ കുറേ കൂടി സുതാര്യമായിട്ട്, മീൻസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷന് കൊണ്ടുവരുന്ന കുറച്ച് പരിഷ്കാരങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പോയിൻറ്റ്സ് ആയിട്ടൊക്കെയാണ് നമുക്ക് പല ടെക്സ്റ്റുകളിലും, ഇതിപ്പം NCERT ആണ്, മറ്റേ ഗൈഡ് നോക്കി പഠിക്കുന്നവർക്കും അതിലും പോയിൻറ്റ്സ് ആയിട്ടൊക്കെ തന്നെയാണ്, ഈസിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഫോർത്ത് ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ, അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ് ആണല്ലോ നമ്മുടെ 4ാമത്തെ പാഠം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവാണ് 4ാമത്തെ പാഠം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എക്സിക്യൂട്ടീവ് എന്താണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, ഒരു ജസ്റ്റ് എന്താണെന്നുള്ളത് എക്സിക്യൂട്ടീവ് എന്നുള്ളത് നമുക്ക് അറിയണം. പിന്നെ പല ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടീവിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് പാർലമെൻ്ററി വ്യവസ്ഥ, അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടീവിനെ പറ്റി പറയുന്നുണ്ട്, വിവിധതരം എക്സിക്യൂട്ടീവുകളെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിലാക്കുക, എന്താണ് പലതരത്തിലുള്ള എക്സിക്യൂട്ടീവുകൾ എന്തൊക്കെയാണ്. പിന്നെ അതിനൊക്കെ എക്സാമ്പിൾസും പറയുന്നുണ്ട്, ഓരോ രാജ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആ രാജ്യങ്ങളുടെ പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുക. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് എന്തെല്ലാമാണെന്നുള്ളത്. രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ എന്തെല്ലാമാണ്, ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദ പ്രസിഡൻറ്റ്. ഇത് എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 5 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുന്ന ഷോർട്ട് എസ്സേ ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ. ഡിസ്ക്രിഷണറി പവേഴ്സ്, രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ പറ്റിയിട്ട് അത് എല്ലാവരും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഓക്കെ,
ഇനി നമുക്ക് വരുന്നത് പിന്നെ ഇതിനകത്ത് പ്രസിഡൻറ്റിനെ പറ്റിയിട്ടും പ്രൈം മിനിസ്റ്ററിനെ പറ്റിയിട്ടും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. ആ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കൂടുതലും വൺ വേർഡ്സ് ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് അല്ലേ, ആ ഒരു ചോദ്യമാണ് ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങളിതിൽ ലാസ്റ്റ് ഭാഗത്തോട്ട് വരുമ്പോൾ ബ്യൂറോക്രസിയെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ, ഉദ്യോഗസ്ഥ വൃന്ദത്തെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത് കണ്ടോ, സിവിൽ സർവീസുകളുടെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ ഓഫ് സിവിൽ സർവീസസ്, ഇത് നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. പിന്നെ ബ്യൂറോക്രസീനെ പറ്റിയിട്ടും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇത് ഈ ഒരു 4ാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്നതാണ് ബ്യൂറോക്രസിയെ പറ്റിയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ. ഓക്കെ, ലെജിസ്ലേച്ചറിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഒരു ചോദ്യം, ആദ്യമേ നമ്മൾ ലോക്സഭ എന്താണ്, രാജ്യസഭ എന്താണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതിനെ പറ്റിയിട്ട് അത് നമ്മൾ പഠിച്ചിട്ട് പോകണം. ജസ്റ്റ് നമുക്കൊരു 2-3 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രാജ്യസഭ എന്താണ്, രാജ്യസഭയുടെ പ്രത്യേകതകൾ, പ്രത്യേകിച്ചും വൺ വേർഡ്സിലും കയറി വരാറുണ്ട് കേട്ടോ. ഈ രാജ്യസഭയുടെ കാലാവധി എത്ര, ലോക്സഭയുടെ കാലാവധി എത്ര അംഗങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ. സോ അതുകൊണ്ട് ലോക്സഭയും രാജ്യസഭയും എന്താണെന്നുള്ളത് അതിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ അറിയാം. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ്, പാർലമെൻറ്റ് ചെയ്യുന്നത് എന്തെല്ലാമാണ്, വാട്ട് ഡസ് ദ പാർലമെൻറ്റ് ഡു. അതായത് പാർലമെൻറ്റിൻ്റെ ചുമതലകളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു 7-8 ചുമതലകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ ഇതെന്താണ്, ഈ ഒരു ടോപ്പിക്ക് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഇതൊരു എസ്എ ടോപ്പിക് കൂടിയാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി അത് കാണിച്ചു തരാം. എസ്എ ടോപ്പിക് കൂടിയാണ്, അതുകൊണ്ടാണ് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഫങ്ഷൻസ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ചുമതലകൾ എന്തെല്ലാമാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 8 മാർക്കിന് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും നോക്കിയിട്ട് പോകണം. കുറച്ച് സബ് ടോപ്പിക്സും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതെല്ലാവരും നോക്കി നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി നമുക്ക് വരുന്നത് ഏതാണ്, യെസ്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം. ഇത് നമ്മൾ നേരത്തെ ഞാൻ 4ാമത്തെ പാഠത്തിൽ ഡിസ്ക്രിഷണറി പവേഴ്സ് പറഞ്ഞില്ലേ പ്രസിഡന്റിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എങ്ങനെയാണ് പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുന്നത്, ഹൗ ഡസ് ദ പാർലമെൻറ്റ് മേക്ക് ലോസ്. അതായത് എങ്ങനെയാണ് പാർലമെൻറ്റ് ഓരോ നമ്മൾ കേൾക്കുന്നില്ലേ പുതിയ നിയമങ്ങളെ പറ്റിയിട്ട്, ഈ നിയമങ്ങളൊക്കെ എങ്ങനെയാണ് നിയമങ്ങളാക്കി മാറ്റുന്നത്, നിയമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. സോ അതിൻ്റെ പല ഘട്ടങ്ങളെ പറ്റിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതനുസരിച്ച് എല്ലാവരും എങ്ങനെയെങ്കിലും ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിനൊരു 5 ഘട്ടങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. സോ അതെല്ലാം കൃത്യമായിട്ട് ഘട്ടമായിട്ട്, അതായത് ഒരു ബില്ലാണ് നിയമമായിട്ട് മാറുന്നത്, അതെങ്ങനെയാണ് മാറുന്നത് എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. എല്ലാവരും പഠിച്ചിട്ട് പോവുക, അത് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ബില്ലിൻ്റെ ആ ഒരു നിയമം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ആ ഒരു ടോപ്പിക്കില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം അത് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു എസ്സേ ടോപ്പിക്ക് റയറായിട്ട് 8 മാർക്കിന് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതലും ഷോർട്ട് എസ്സേ ആയിട്ടാണ് കൂടുതൽ തവണ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. പാർലമെൻ്ററി നിയന്ത്രണത്തിനുള്ള ഉപാധികൾ എന്തെല്ലാമാണെന്നാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പാർലമെൻ്ററി കൺട്രോൾ. ഓക്കെ, അത് പാർലമെൻറ്റ് നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം, നമുക്കല്ല പാർലമെൻറ്റ് എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കുന്നത്, അതിന് 4 സബ് ടോപ്പിക്സുകൾ പറയുന്നുണ്ട്. കണ്ടോ, പര്യാലോചനകളും ചർച്ചകളും, നിയമങ്ങൾ അംഗീകരിക്കൽ അല്ലെങ്കിൽ തിരസ്കരിക്കൽ, സാമ്പത്തിക നിയന്ത്രണം, അവിശ്വാസ പ്രമേയം എന്നൊക്കെ പറഞ്ഞിട്ട് 4 സബ് ടോപ്പിക്കുകൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഈ ഒരു ടോപ്പിക് ഒന്ന് പഠിച്ചിട്ട് പോവുക. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് എസ്സേക്കും വരാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് ഉറപ്പായിട്ടും വരും. ഓക്കെ, ഇനി അഥവാ ഷോർട്ട് എസ്സേ ആയിട്ടും എസ്സേക്കും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ അവിശ്വാസ പ്രമേയം നിങ്ങൾ കാണുന്നുണ്ടോ? ഈ അവിശ്വാസ പ്രമേയം എന്ത് ചെയ്യും, നമുക്കൊരു 2-3 മാർക്കിന് ഡെഫിനീഷനായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് അതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, അവിശ്വാസ പ്രമേയത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നോ കോൺഫിഡൻസ് മോഷൻ എന്നാണ് കേട്ടോ. അവിശ്വാസ പ്രമേയം എന്താ? നോ കോൺഫിഡൻസ് മോഷൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. സോ നോ കോൺഫിഡൻസ് മോഷൻ എന്താണെന്നുള്ളത് നമുക്കൊരു 2-3 മാർക്കിനും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ടോപ്പിക്ക് എസ്സേക്ക് കണക്കാക്കി തന്നെ പഠിക്കുക. അപ്പോൾ പിന്നെ ഏത് രീതിക്ക് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ പിറകെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേറെ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ എക്കണോമിക്സ് ഒരു കുട്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾ ചെയ്യും കേട്ടോ, ഉറപ്പായിട്ടും ചെയ്യാം. പിന്നെ വേറെ ഏത് ടൈപ്പ് ഓഫ് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് സ്പെഷ്യലൈസ് ചെയ്യണോ, എന്തെങ്കിലും അങ്ങനെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ.